ഇതേ ഉള്ളില്ലയോ? ഇതിന്റെ പരിപാടിയുണ്ടോ? കുറഞ്ഞ പറകില് മറ്റേ ആലുവ പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറഞ്ഞ ഇത് 2012 ഞാൻ ചെയ്ത എണ്ണത്തിന്റെ കണക്കായി കാണിക്കുന്നു. കവർ ബോർഡ് കർണാടക പണിയാൻ ആളുണ്ട്, ഇവിടെ പണിയാൻ ആളില്ല. അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് വേറെ തെറ്റും കൂടെ ഉണ്ട്. പറഞ്ഞു, അവിടുത്തെ കൃഷിക്കാരും അവിടുത്തെ ബിസിനസ്സുകാരും ഫുള്ള് മലയാളികളാണ്. കർണാടകക്കാർ വലുതായതും അത് ശരിയാ, അത് സംഭവിച്ചു. പക്ഷെ പണിയാൻ ആള് കൂടുന്നു, അവിടുത്തെ കൂത്തല്ലേ വലിയ പാടാ. ഞങ്ങൾ ട്രേഡ് യൂണിയൻ പറഞ്ഞേ ഞങ്ങൾക്ക് ഇത്ര വേണം. ഞാനും ട്രേഡ് യൂണിയനിലൊക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടല്ലോ അന്യായമായിട്ടാണ്. ഒരു കൂലി വേണം, വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത കൂലി. നമ്മൾ ഒന്നും വേണ്ട. ഞാൻ ആ പണി എടുക്കുന്നതിന് തുല്യമായ കൂലി എനിക്ക് വേണം, വേണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ ഇത് അന്യായമായിട്ടാണ് മേടിക്കുന്നത്. ആ കത്തുന്ന പോപ്പരയിലാണ് ഞാൻ കൂടുതൽ പോയി ചെയ്യാറ്. അപ്പം അങ്ങനെയുള്ള പോപ്പരെ ഞാൻ പോയി ചെയ്തിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊരു നല്ല പേര് വരുന്നത്. അപ്പം ഞാൻ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ പഴയ പോപ്പര നിലവിലുണ്ടോ? ആ നിലവിലുണ്ടെങ്കിൽ അതിൽ ഷീറ്റ് ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറവ് കൂടുതലുണ്ടോ? ഇതെല്ലാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ? ഷീറ്റ് വേർക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നോക്കി ഇവരോട് ഓരോ പാർട്ടികളും വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് സംശയം വന്നിട്ട് ചിലപ്പോൾ ഫോട്ടോ അയച്ചു തരാൻ പറയും, ഇല്ലേ വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറയും. അടുത്തൊക്കെയാണെങ്കിൽ ഞാൻ പോയി നോക്കും. അപ്പോൾ ഇത് ഇത്രയും ദൂരെ ആലപ്പുഴ എന്ന് പറയുമ്പോൾ കാസർഗോഡ് ആലപ്പുഴയായിട്ട് ഞാൻ 500 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഞാൻ വന്ന് കണ്ട് കഴിഞ്ഞപ്പം ഇപ്പോൾ എന്നോട് ഇവിടുത്തെ സാറ് പറഞ്ഞു, അത് സെബാസ്റ്റ്യൻ വന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് വന്നു, കണ്ടു, തീരുമാനിച്ചു. അപ്പം ഞാൻ കണ്ടിടത്തേക്ക് സാറ് വിചാരിക്കുന്നേക്കാളും നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു സംവിധാനം ഞാൻ ഉണ്ടാക്കി. നാളെ മുതൽ അതിൻ്റെ പണി തുടങ്ങുന്നു. എൻ്റെ അപ്പനിട്ട പേരാണ് പാപ്പൂസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ അപ്പനിട്ട ഓമനപ്പേര്. പക്ഷെ ആ പേര് വിളിച്ചാൽ ഈ ചുരുക്കം പറഞ്ഞാൽ ഈ കേരളത്തിലും കർണാടകയിലും മറ്റുള്ള സ്റ്റേറ്റുകളിലും ഞാൻ പോകുന്നവർ അറിയുള്ളൂ. എൻ്റെ പേര് സെബാസ്റ്റ്യനാണ്. അറയ്ക്കൽ വീട്ടുപേര്, ചുള്ളി ബിയോ, താമസവും ചുള്ളി തന്നെ, കാസർഗോഡ്. പിന്നെ കർണാടകയിലും എനിക്ക് വീടുണ്ട്, ഓഫീസുണ്ട്, കേരളത്തിലും ഉണ്ട്.